ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ 2-3 ആഴ്ച മുന്നെയാണ് ഇത് ഒരു പ്രപ്പോസൽ കൊടുക്കുന്നത് ഗവൺമെൻറ്റിന്. അത് ഇത്രയും പെട്ടെന്ന് അത് അപ്രൂവ് ചെയ്ത് വരുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇത് അച്ഛൻ്റെ മാത്രം സാഹിത്യമോ അല്ലെങ്കിൽ സിനിമയോ അതിനെക്കുറിച്ച് മാത്രമല്ല. ഇത് മലയാള ഭാഷ, സാഹിത്യം, സിനിമ, സംസ്കാരം ഇതിനെല്ലാം മാപ്പ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അതിനെ വരും തലമുറകൾക്ക് എങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്യാം, പുതിയ രീതിയിലൂടെ ഡിജിറ്റൽ മീഡിയയിലൂടെ അതിനെ എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. മലയാളിയുടെ അഭിമാനമായ എം ടിയുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി വലിയൊരു പദ്ധതി തന്നെയാണ് ഇന്നത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നോടൊപ്പം ചലച്ചിത്ര സംവിധായകനും സാംസ്കാരിക പ്രവർത്തകനുമായ സുധീർ അമ്പലപ്പാടാണുള്ളത്. എം ടിയുടെ കൂടെ ഒരുപാട് പരിപാടികൾക്കും പദ്ധതികൾക്കും ഒക്കെ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. എന്താണ് ഇത്തരമൊരു പദ്ധതി? ഇത് നിങ്ങൾ മുന്നോട്ട് വെക്കുകയായിരുന്നു, ഒപ്പം അശ്വതിയും ഒക്കെ തന്നെ കൂടെ ഉണ്ടായിരുന്ന എന്താണ് ഈ പദ്ധതി? ആദ്യമായിട്ട് തന്നെ ഇങ്ങനൊരു പദ്ധതി എത്രയും പെട്ടെന്ന് അംഗീകരിക്കുകയും ഈ ബജറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത ഈ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമുള്ള അഭിനന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പദ്ധതി വർഷങ്ങളായിട്ട് എം ടി സാറ് മനസ്സിൽ കൊണ്ടു നടന്ന് വിഭാവനം ചെയ്തൊരു പദ്ധതിയാണ്. പലരോടും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ എൻ്റെ അടുത്തും അശ്വതിയുടെ അടുത്തും ഈ പദ്ധതി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. എപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കാലശേഷം എനിക്ക് വേണ്ടി എൻ്റെ പ്രതിമകൾ നാടുനീളെ സ്ഥാപിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും പല സ്മാരകങ്ങളും ഇത്തരത്തിലുള്ള വെറുതെ കാഴ്ച വസ്തുക്കളായിട്ട് അവസാനിക്കുന്ന സമയത്ത് എം ടിയെ പോലുള്ള ഒരാളുടെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും. കാരണം സാറ് പറയുന്നത് എപ്പോഴും വായന പ്രോത്സാഹിപ്പിക്കുക. ഏറ്റവും ബേസിക്കലി ഈ പദ്ധതിക്ക് വലിയ ബൃഹത്തായ ഒരു ആശയമുണ്ട് ഇതിൻ്റെ പിന്നിൽ. എന്നാൽ ഏറ്റവും കുറഞ്ഞത് അടുത്ത തലമുറയെ വായനയിലേക്ക് കൊണ്ടുവരിക, സാഹിത്യത്തിലേക്ക് കൊണ്ടുവരിക, അടുത്ത തലമുറയെ സാഹിത്യവും സംസ്കാരവും നമ്മുടെ സംസ്കാരവുമായിട്ട് ചേർത്ത് നിർത്തുക. അതിനുവേണ്ടി എന്ത് ചെയ്യണം? സാർ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും സാറിന് ഏറ്റവും താല്പര്യം ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്ക്, പുതിയ തലമുറയ്ക്ക് അവരെ വായനയോട് അടുപ്പിക്കാൻ, അതിനെ പ്രചോദിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് സാറിന് എപ്പോഴും താല്പര്യമാണ്. അങ്ങനെ ഒരു പ്രോഗ്രാം എവിടെയെങ്കിലും പറഞ്ഞാൽ സാറ് അത്ര യാത്ര ചെയ്തിട്ടും അതിന് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കാരണം പുസ്തകങ്ങൾ വായിക്കപ്പെടണം, കൂടുതൽ ആളുകൾ വായിക്കപ്പെടണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ അതിൽ നിന്നാണ് ഈ ആശയം രൂപപ്പെട്ടത്. പിന്നെ സാറ് പറയുമ്പോൾ തന്നെ ലോക സാഹിത്യകാരന്മാരുടെ പേരിൽ ഇങ്ങനെ ഹെമിംഗ്വേയുടെയും ഷേക്സ്പിയറിൻ്റെയും ഒക്കെ മ്യൂസിയങ്ങളെയൊക്കെ പോലെയൊക്കെയുള്ള ഭാരതത്തിൽ ഒരു സാഹിത്യത്തെയോ സിനിമയെയോ അല്ലെങ്കിൽ സംസ്കാരത്തെയോ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഭാരതത്തിൽ വരുമ്പം നിർബന്ധമായിട്ടും സന്ദർശിച്ചിരിക്കേണ്ട നമ്മുടെ ഒരു സംസ്കാരവും സാഹിത്യത്തെക്കുറിച്ചൊക്കെ അറിയാൻ, അത് മാത്രമല്ല ലോക സാഹിത്യത്തെക്കുറിച്ച്, ലോക സാഹിത്യത്തിൻ്റെ ഒരു ഇടം കൂടിയാണ്. അല്ലാണ്ട് ഒരിക്കലും എം ടി സാറിൻ്റെതായ സാഹിത്യവും അന്നല്ല ഒരിക്കലും. അത് വേണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ പേരല്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയുള്ള പ്രതിമയല്ല, പകരം നമ്മുടെ സാഹിത്യവും ലോക സാഹിത്യവും പുതിയ തലമുറയ്ക്ക് അറിയാനുള്ള ഒരിടം എന്നുള്ള രീതിയിൽ വലിയ ബൃഹത്തായ ഒരു പദ്ധതിയാണത്. അതിനെ ഞങ്ങളൊരു സംക്ഷിപ്ത രൂപത്തിലാക്കിയിട്ട് ഡോക്ടർ MK മുനീറിനാണ് നമ്മളത് കൊടുത്തത്. അദ്ദേഹത്തിലൂടെ അത് CMന് സമർപ്പിച്ചു. സത്യത്തിൽ ഈ ബജറ്റിൽ അത് ഉൾപ്പെടുത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അടുത്ത ബജറ്റിലൊക്കെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് കോഴിക്കോട് തന്നെ യുനെസ്കോയുടെ സാഹിത്യ നഗരമെന്ന് അറിയപ്പെടുന്ന കോഴിക്കോട് തന്നെ ഇത് പ്രഖ്യാപിച്ചതിലാണ് വളരെ സന്തോഷമുണ്ട്. എന്താണ് ഈ പദ്ധതി എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ. നമ്മൾ പറഞ്ഞു ലോകത്ത് മുൻ മാതൃകകളുണ്ട് നമുക്ക് മുൻപിൽ, ഒപ്പം തന്നെ പക്ഷേ ഇന്ത്യയിൽ അത്തരത്തിലുള്ള മാതൃകകൾ വളരെ വിരളമാണ്, ഇല്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഒപ്പം തന്നെ ഇത് എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും, എത്ര സമയം കൊണ്ടായിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നത്. ഈ പ്രപ്പോസൽ നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ, ഈ സർക്കാർ അധികാരത്തിൽ വന്ന് സംസാരിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ സ്ഥലം നമുക്ക് ഓഫർ ചെയ്തിട്ട് തന്നെ MLA നമ്മളെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സർക്കാർ കൂടെ നിന്നാലേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം ഇത് നേരത്തെ ഇവിടെ ഇന്ത്യയിൽ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ മാതൃകയായിട്ട് പറയാൻ അങ്ങനത്തെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പേരിലൊക്കെയുള്ള ചെറിയ മ്യൂസിയം എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു ലൈബ്രറി, ഒരു കെട്ടിടത്തിൽ സമുച്ചയത്തിലുള്ള ലൈബ്രറി എന്നുള്ള രീതിയിലല്ല. പല ലൈബ്രറികളിലും റിസർച്ച് സെൻ്റർ ഉണ്ട്, ഭാഷാ പഠനമുണ്ട്, ലാംഗ്വേജ് ആൻഡ് റിസർച്ച് സെൻ്റർ ഉണ്ട്. പിന്നെ നമുക്ക് ഈ സാഹിത്യത്തിനെ അടുത്തറിയാൻ വേണ്ടിയിട്ടുള്ള പഴയ കൺവെൻഷണൽ മെത്തേഡ് മുതൽ ഏറ്റവും ഇന്നത്തെ അത്യാധുനിക ടെക്നോളജി വരെ ഉപയോഗിച്ചിട്ട് സാംസ്കാരിക കേന്ദ്രമുണ്ടാവും, അവിടെ ഗവേഷണ സൗകര്യങ്ങളുണ്ടാവും, തിയേറ്ററുകളുണ്ടാവും, സിനിമയ്ക്ക് വേണ്ടിയുള്ള പഠനങ്ങളുണ്ടാവും. അങ്ങനെ
ഞാൻ പറഞ്ഞല്ലോ, ഈ കലയുടെയും സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു ഭാരതത്തിൻ്റെ ഏറ്റവും മാതൃകയായിട്ടുള്ള ഒരു ഉദാത്ത മാതൃക എന്ന് പറയുന്നത് വലിയ ബൃഹത്തായ ഒരു ആശയമാണത്. അപ്പം പക്ഷേ ഇതിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയെയും നമ്മുടെ സാഹിത്യത്തിനോടും അടുത്ത തലമുറയെ ചേർത്ത് വെക്കുക, അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം. ഏതായാലും MTയുടെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ വരും തലമുറയ്ക്ക് സാഹിത്യത്തോട് കൂടുതൽ അടുക്കാനുള്ള, അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ഒരു മാതൃകയാക്കി വെക്കാവുന്ന ഒരു പദ്ധതിയാണ് വരാനിരിക്കുന്നത്. കോഴിക്കോട് നിന്നും സജി തറയിലിനൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.